അപ്പൊ പിന്നെ ഗൈഡ് ചെയ്യണ്ടേ? ഏടിന്റെ വൈഫൈ അല്ലേ? വൈഫൈ അന്നേ ഇടിയിലായിരുന്നു. ഇടിയിൽ എന്നെ വായത്തോന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് പറയാൻ തോന്നിയില്ല. എവിടുന്നത് മിസ് തന്നതാ? இப்ப மழை பெஞ்சாலும் தண்ணி நிறைய இருக்கும். அதுதான் நான் எந்த இடத்துல இருந்து வருதுன்னு கொஞ்சம் பாருங்கன்றது. ഇതെന്നാ വാട്ടർ പ്രൂഫിങ്ങാ? ഇതിപ്പോ വെളിയിൽ നിന്നിട്ട് പണണോ അല്ലേ? ഈശ്വരാ, എന്താ നേരില്ല പോയി കേട്ടോ, നീ കൊണ്ടല്ലേ. കുട്ടിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് സ്കൂളിൽ കൊടുത്തയക്കാനും, അപ്പൊ എനിക്കും കഴിക്കണല്ലോ. വളയില് കളിക്കേ? വേറെ ഒന്നും കളിക്കാൻ കിട്ടിയില്ലേ? വള കളിക്കണം കേട്ടോ. സമയം കണ്ടേ ആര് വന്നില്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. നാളെ കാണിച്ചില്ല സ്കൂളിലേക്ക് പോകാൻ തുടങ്ങാണ്. ബാഗ് ഇതാ, ലഞ്ച് ബോക്സ്, ബാഗ്. അമ്മതാ ബാഗ് ആയിട്ട് വരണു. ജെർക്കിൻ എവിടെ? രാവിലെ അമ്മുവും വാവക്കുട്ടിയും തമ്മിലുള്ള അംഗം അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ കുട്ടീനെ കൊണ്ടാക്കി തിരിച്ചു വന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ അസംബ്ലിയുടെ ബെല്ലടിച്ചു. അസംബ്ലി തുടങ്ങി കഴിഞ്ഞു. അത്ര നാത്തൊക്കെ കുഞ്ഞു കുട്ടികളെ എങ്ങനെ കുളിക്ക് പോകുന്നു? അവരെണീച്ചിട്ട് അവർക്ക് എന്താ ചെയ്യും? ആൾക്കാര് കുട്ടികളൊക്കെ ലൈനിൽ നിൽക്കാൻ തുടങ്ങി. നീ പറഞ്ഞോ? ഇല്ല, അത്രയ്ക്ക് എത്തിയിട്ടില്ല. ചില ദിവസം അസംബ്ലി കഴിഞ്ഞ് സ്കൂളും അടച്ച് കൂട്ടിയതിനു ശേഷം ഞങ്ങൾ ചെറിയ ഇന്ന് സ്കൂളിൽ പ്രശ്നമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. വാവക്കുട്ടീനെ കൊണ്ടുവന്നാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അസംബ്ലി തുടങ്ങി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കുമോ, സൈൻ ഇട്ടിട്ട് വരണം പാരൻസിൻ്റെ എന്നൊക്കെ പറയുമോയെന്ന് അറിയാൻ വയ്യ. നല്ല വേദന ഉണ്ട്, വായുപുണ്ണാണേ. വായ 2-3 സ്ഥലത്ത് മുറിയുണ്ട്, സംസാരിക്കാൻ വയ്യ, നല്ല പെയിന്. പക്ഷെ നമുക്ക് വ്ളോഗ് നിർത്താനും പറ്റൂലല്ലോ. അയ്യോ അയ്യോ. നിങ്ങൾ പല വീഡിയോസിലും പല വ്ളോഗിലും കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ ബാൽക്കണിയിൽ വെള്ളം ലീക്കാവുന്നത്. മഴ പെയ്യുന്ന സമയത്ത് പുറത്തുള്ള വെള്ളം ഉള്ളിലേക്ക് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. വീടിൻ്റെ ഉള്ളിൽ കൂടെ, ചുമരിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ അങ്ങനെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ അത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കണതിൻ്റെ ആ പാട് കണ്ടോ? വെള്ളം വരുന്ന വഴി ഇതാണെന്നാണ് തോന്നുന്നത്. எப்போ மழை பெஞ்சாலும் இங்கே தண்ணி நிறைய இருக்கும். அதுதான் நான் எந்த இடத்துல இருந்து வருதுன்னு கொஞ்சம் பாருங்கன்றது. இது எடுக்க முடியுமா? அது எடுத்துடலாம் ஈஸியா. அது உள்ள சொருவி வச்சுக்கிறீங்க? சும்மா எடுத்து வச்சிருக்குதா? இந்த லீக் ஆயில் இருக்கு பாருங்க, இதில் போட்டு மிக்ஸ் பண்ணி அதில் ஃபுல்லாக அப்ளை பண்ணிட்டோம்னு வச்சுங்களேன், இந்த தண்ணி எப்படி வருதான்னு அடுத்தது செக் பண்ணிக்கலாம். புரியுதுங்களா? அதில் வந்து ஊறி இந்த பக்கத்தில் இறங்குது. அதுதான் அடைக்கிறதுக்காக தான் இதை பார்க்குறேன். ഇതെന്നാ വാട്ടർ പ്രൂഫിങ്ങാ? ഒക്കെ സിമെൻ്റൊക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കാനും തുടക്കാനൊക്കെ മതിയാവൂല്ലേ? ഇതിപ്പോൾ വെളിയിൽ നിന്നിട്ട് പണണോ അല്ലേ? அதுதான் 2 பேர் வேணுன்றதுக்காக தான் நான் பார்த்துட்டு ரொம்ப ட்ரை பண்ணேன். இப்போ இதுலேயும் வந்து போட்டு க்ளீன் பண்ணியிருக்கேன். இதெல்லாம் போட்டு தொடச்சி க்ளீன் பண்ணியிருக்கேன். பார்க்கலாம் அடுத்தது வருது. இந்த கேப் வழி வராதுல்ல? வராது, அதெல்லாம் வராது. அடுத்தது கொஞ்சம் மழை வரும்போது எந்த வகையில் வருது, லீக் ஆகிடுதுன்னு மட்டும் கொஞ்சம் பார்த்து வைங்க. வேறு ஒன்றும் கிடையாது. இப்போ இதில் போட்டு ஃபுல்லாகவே அரெஸ்ட் பண்ணிவிட்டு சேனலில் தொடச்சிருக்கேன். அந்த கேப் எல்லாம் அரசு ஆயிரணும்ட்டு. இப்போ அந்த இடம் அங்கெல்லாம் லீக் ஆகணும் மாரி இருந்தது இல்லையா, அதெல்லாம் போட்டிருக்கு. இங்கெல்லாம் நல்லா தான் இருக்கு, இதெல்லாம் பிரச்சனை இல்லை. മേലത്തെ ബാൽക്കണിയിൽ മൊത്തം സിമെൻ്റൊക്കെ തേച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം വരില്ലാന്ന് കരുത്. അപ്പോൾ ഇവിടെ വരുന്നില്ലല്ലോ. ആയി മഴ പെയ്തൊക്കെ അറിയാം. മഴ പെയ്യുമ്പോൾ മഴ വരുന്നതൊക്കെ ഞാൻ തുടക്കല തുണി കൊണ്ട് ഉപ്പാണ്ട് കയറലല്ലേ. അയ്യോ ബഡ് കണ്ടില്ല, നെറ്റ് കിടക്കണം വെള്ളം വറ്റിയിട്ട് തുടക്കാനിട്ട്. ബാൽക്കണിയത്തെ ലീക്കൊക്കെ അടച്ചിട്ടുണ്ട് സിമെൻറ്റ് ഇട്ടിട്ട്. ഇനി മഴ പെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനകത്ത് കൂടെ ചോരോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഉള്ളിലേക്ക് വെള്ളം വരുമോ ഇല്ലയോ എന്നുള്ളത് വരില്ല എന്നാണ് മൂപ്പര് പറയണത്. നമുക്കിപ്പോൾ അത് അങ്ങനെ ആയാൽ മതിയല്ലോ.
ഉള്ളിലേക്ക് വരാതിരുന്നാൽ മതി. കാരണം കുട്ടി വൈഫൊക്കെ ഉള്ളതാണ്, വഴിക്ക് വീണാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ സിമെൻറ്റ് തേച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചുമരിൻ്റെ അറ്റത്ത് കൂടെ ഉള്ളിലേക്ക് ഗ്യാപ്പ് ഉണ്ട്. ചെറിയ ചെറിയ ചെടികൾ അവിടെ വളരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ കഴിക്കുക. ഇപ്പോൾ ഇതാ 1:15 നേരം കഴിക്കാൻ പോവുകയാണ്. ചോറൊക്കെ വിളമ്പി ഇതിലെന്താ ചേനയും കൊണ്ടൊരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എഗ്ഗ് മസാലയും അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതാണ് കഴിക്കാനുള്ള സാധനങ്ങൾ. എടാ ഈ നേരത്തെ കുളിച്ചാൽ ഇയാൾക്ക് ജലദോഷം പിടിക്കാറില്ല? നട്ടുച്ചയ്ക്ക് ശീലമായിട്ട് വായ്പുണ്ട് കാരണം ഒന്നും തിന്നാൻ പറ്റണില്ല. അതിന് ശേഷം ഞാൻ ബീക്കോസ്യൂൾസ് എന്ന് പറയുന്ന ഈ മെഡിസിൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം കഴിച്ചിട്ടാണ് ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകണം. എന്നാലും ഇവിടെ മാറിയിട്ടില്ല ഫുള്ളായിട്ട്. മാത്രമല്ല അമ്മ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ നോക്കിയേ, നല്ല എരിവുള്ള മോഡൽ ഐറ്റംസാണ്. കിളി പോയി. എന്നിട്ട് ഇപ്പോൾ അമ്മ പറഞ്ഞു തരികയാണ്, തൈരൊന്നും വായിൽ വെച്ചിട്ട് കാര്യമില്ല, ഹണി തേച്ച് കഴിഞ്ഞിട്ടെങ്കിൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. പപ്പടം ഒരുപാട് കയറ്റുമ്പോൾ ആലോചിക്കണേ. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇട്ട് തരാം. ഞാൻ വേണ്ടാലും ഇട്ടു. അപ്പോഴേനും ഊഹിക്കണ്ടേ എനിക്ക് വായ്പുണ്ട് ഇവിടെ ഉണ്ടായിട്ടാ ഞാൻ കഴിക്കാത്ത. ഞാൻ പറഞ്ഞല്ലോ പിന്നെ വായ്പുണ്ട് വേണ്ടാന്ന്. ഇഷ്ടംപോലെ പപ്പടങ്ങൾ കയറ്റിയിട്ട് അപ്പോൾ ആലോചിക്കണേ. അപ്പൊ പിന്നെ ഗൈഡ് ചെയ്യണ്ടേ? ഏടിന്റെ വൈഫൈ അന്നേ ഇടിയിലായിരുന്നു. ഇടിയിൽ എന്നെ വായത്തോന്ത് പറഞ്ഞപ്പോഴേ എനിക്ക് പറയാൻ തോന്നിയില്ല. നമ്മുടെ ഗൈസ് ഒരു പാപം കിട്ടിയവരെ രക്ഷപ്പെടുത്തേണ്ടിയിരുന്നില്ലേ? വായത്തോന്ത് പറയുമ്പോഴേ ആലോചിക്കണേ ഈ വൈഫിനെ കൂടെ ഉണ്ടാവുള്ളൂ. ഈ മുറിയുടെ മുകളിൽ വെളിച്ചെണ്ണ തേക്കാന്നൊക്കെ പറയണ പോലെ ഹണി തേച്ച് കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ സംഭവം. നിങ്ങൾ എത്ര പേര് ഈ വായ്പുണ്ണ് വന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലത്തെ എന്താ പറയുക നാട്ടുവൈദ്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്? ഹണി നല്ല എഫക്റ്റീവാട്ടോ. അപ്പം ആ മുറി അവിടെ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ തിരിച്ചു വരും. ഉഷ്ണിക്ക വല്ലാതെ കണ്ണും മുളക് കണ്ടില്ല. നിങ്ങൾക്ക് തിന്നൊന്നും വേണ്ടേ? വയർക്ക് എനിക്ക് വിശപ്പന്നില്ല. എന്താണാവോ? രാവിലെ കഴിച്ചോ? എന്ത് കഴിക്കണേ? ആ ഒരു കട്ടൻ കാപ്പി ഇട്ടാ എനിക്ക് വിശപ്പില്ലാതല്ല. ഇപ്പൊ ഞാൻ കഴിക്കില്ലേ? എന്നാ വായോ. എന്താ വിശപ്പില്ലാത്ത? എന്ത് കഴിക്കുക? വാ എണീക്ക്. 1:30 മണിക്ക് ഇടയ്ക്കൊരു ഡൗട്ട്. അവിടെ ഒന്ന് നിന്നേ. ഈ സിബൊന്ന് താത്തിയേ പോക്കറ്റ്. അതിനുള്ളിൽ കഴിയട്ടെ. എന്നാ തിരിച്ചിട്ടോ. ഈശ്വരാ, ഒരു ട്രൗസറെങ്കിലും ഉരുപ്പടിയായിട്ട് ഇട്ടൂടെ? 1:30 മണിക്ക് ട്രൗസർ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് നോക്കാന്ന് സമയമല്ല, വിഷ്ണിട്ടേ. അല്ല ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും പർപ്പസ് നടന്നിട്ടുണ്ട്. പിന്നെ ഇടുന്നതിന് പകരം കുമ്പ കവറാവുന്നുണ്ട്. പുറത്തെവിടേക്കും പോണില്ലല്ലോ. കുട്ടീനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാറായി. ഞാനിവിടെ വീഡിയോ റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുക. കുറച്ചു നേരം കൂടി സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോയി കൊണ്ടുവന്നാലല്ലേ പറ്റുള്ളൂ. ഇതവിടെ കിടക്കട്ടെ. പണിയൊക്കെ കഴിഞ്ഞാൽ സ്ലിപ്പ് മോഡിലേക്ക് പോക്കോളൂ. പുറത്തേക്ക് കൊണ്ടുവരാണ്. ഏത് എന്തിന്? എന്തിനാ ചോട്ടത്തൊന്ന് നോക്കാൻ കാണണമെങ്കിൽ അത് തുണി അതിന്റെ അടിയത്തെ വിട്ടു പോകുന്നതാണേ. എലി അടിച്ചിട്ട് മുറിക്കണം. അതന്നെ ഞാൻ പറഞ്ഞു. അതൊക്കെ തുണി കിടക്കണം. അടിച്ചു വരാനും കൂടെ വയ്യാൻ്റെ ചോട് അങ്ങനെ എലിയുടെ പണിയാ. അന്ന് റിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വരും. സോഫ റിപ്പയറിങ് അപ്പൊ കൊടുത്താൽ മതി. അവരെ കൊണ്ട് റിപ്പയർ ചെയ്യിച്ചാൽ മതി. പുതിയതിന്റെ വലിയും മേടിക്കും. അതറിയില്ല, നോക്കാം നമുക്ക് എത്രയൊക്കെ ആവുക എന്നുള്ളത്. എവിടുന്നത് മിസ് എന്നതാ? അതിലിടാനല്ല, നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ അതിലിട്ടിട്ട് വേണം കൊണ്ടുപോകാൻ. നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണം. കൈ പിടിച്ചോ. പിടിച്ചോ 3 ഇനി ഉരുളക്കിഴങ്ങ് വേണം. വെച്ചാ അത് വേറെ ആൾക്കാരുടെ 2-3 ഉണ്ട്. ഓരോന്നായിട്ട് എടുക്കാൻ പറ്റുമോ? അയിര് വെക്കണ്ട. അയിര് വെച്ച ഐസാവും. താഴത്തിൽ വെച്ചോ. 2 കൂടി ഉണ്ടാവും. തൈരും ഉണ്ടാവും, ഒരു പാലും കൂടി ഉണ്ടാവും. അമ്മയ്ക്കും മകൾക്കും കുടിക്കാനുള്ളതാണ്. ഇലല്ലേ? അത്
കുഞ്ഞാനെ എന്നെ കാട്ടിയ അത് കറിവേപ്പിൻ്റെ ഇലയാണ്. അത് കടയപ്പിളല്ല നാട് കൊണ്ടുവരുന്നത്. കാര്യമുണ്ട് മൂവി കഴിച്ച് എങ്ങനെ? അതാണ് മുറ്റത്തെ ഇറങ്ങി പാട്ടുമ്മ വെച്ച് കുത്തിയതാ. ഈശ്വര, എന്താ പാട്ടും ആ മരുന്ന് തേച്ചോ? മരുന്നൊക്കെ തേക്കണ്ട. മരുന്ന് വേണ്ട. അത് നേരത്തെ വേണ്ട, അത് ഒക്കെ പോട്ടെ. എന്താവശ്യത്തിനാ തുറച്ചിടന്ന് കാര്യം പൊളിക്കണേ. നേറിയിട്ടയ്യ. ആ മരുന്ന് തേച്ചാല് വേണ്ട, ഒന്ന് കഴുകണം. എന്നാ കഴുകി ചെന്നിട്ട് തേച്ചാ? ആ തേച്ച നേറിയിട്ടയ്യ. ഇതില്ലേ പിന്നെ എന്താ നിങ്ങൾക്ക് അതാ വെള്ളം പോകുന്നുണ്ടോ? ഐ എന്താ നേറില്ല പോയി കേട്ടോ, നീ കൊണ്ടല്ലേ. അത് കുഴിച്ചിട്ടുള്ള മാതിരി കാണിച്ചാലോ? ആ നല്ല നേരലുണ്ടാവും. എനിക്കറിയാം, ജീവൻ പോണ വേദനയിരിക്കും. ഒന്നുമില്ല, മൂഡ് നല്ല ഒരു ഇതിൽ വന്നതായിരുന്നു. നല്ല ക്ലൈമറ്റ്, അധികം ചൂടുമില്ലാതെ ഞാൻ പാട്ടും വെച്ചിട്ട് വാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡോപാമിൻ ഫ്ലഷ് ഔട്ട് ആകായിരുന്നു. അപ്പം ആ സാധനം വന്ന ഉടനെ എൻ്റെ ഫോൺ വാങ്ങിച്ചിട്ട് അവളുടെ കാർട്ടൂൺ കാണാം. അവൾക്കല്ലേ ഒരു ഫോൺ കണ്ടുകൂടെ, എൻ്റെ തന്നെ വേണം. ഞാൻ അതോടെ അങ്ങനെ കിടന്നു. എന്തിനാടാ കാപ്സിക്കൊക്കെ പച്ചക്കറി വാങ്ങാൻ പറഞ്ഞേ? പേടിക്ക്. പേടിയോ? ക്യാരറ്റ് ക്യാപ്സിക്കം പേടി. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടോ? ക്യാരറ്റും ബീൻസും അല്ലേ? എത്ര ബീൻസ് അഴുത്ത് പോയി. ക്യാരറ്റ് ബീൻസ് കുറച്ച് ഫൈബറായിട്ട് ഇനി വേണ്ട. ക്യാപ്സിക്കം ഒക്കെ നല്ല രസമുണ്ടാവും. ബേബി കഴിച്ചോ? ഞാൻ കുറച്ച് ചെയ്തു. എന്താ കഴിക്കാത്തെ? ഞാൻ സൈക്കിൾ ഓടിക്കുക. വേഗം പോയി കഴിക്കുക, മണ്ണ് ദേഷ്യം പിടിപ്പിക്കാണ്ടേ. ഇതേ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ? സാധാരണ വല്ല ബിസ്ക്കറ്റോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്തയച്ചാലുള്ള കുഴപ്പം എന്താ അറിയോ? പിന്നെ വയറ്റിന്ന് പോവില്ല. ഇതാകുമ്പോൾ പിന്നെ ആരോഗ്യത്തിനും കുഴപ്പമില്ല. എന്തെങ്കിലും ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാമല്ലോ. ഇതെന്താ? അത് കറുത്ത മുന്തിരി, ഉണക്കമുന്തിരി, ഇത് മഞ്ഞ ഉണക്കമുന്തിരി, ഇത് ബദാം, ദാണ്ടിപ്പരിപ്പ്. ഇത് നിങ്ങൾക്ക് കണ്ടറിയില്ലേ? എനിക്കിതൊന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് ലൈറ്റ് ഇല്ലാണ്ടാണ്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? എന്നാലും അറിയണില്ല അത് എന്താണ്. ഉണക്കമുന്തിരി. ഇത് അണ്ടിപ്പരിപ്പാണ് മനസ്സിലായി. അത് പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണ്ടാവും. കാരണം അണ്ടിപ്പരിപ്പാ ഈ പറമ്പിലെല്ലാം ഉണ്ടായിരുന്നത് പണ്ടത്തെ. അങ്ങനെ 7 മണിയായപ്പോഴേക്ക് ചെറിയൊരു ഷോപ്പിങ്ങും മാവരക്കലും കഴിച്ച് വീട്ടിൽ തിരിച്ചെത്തി. ഇനിയിപ്പോൾ അവരുടെ ഫസ്റ്റ് ഡിന്നർ അവരുടെ ഫസ്റ്റ് ഡിന്നർ കഴിഞ്ഞു. ഇനി എനിക്ക് ഉണ്ടാക്കി കഴിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 9-9:30 ആകുമ്പോഴേക്ക് അവരുടെ ഡിന്നറും കഴിയും. അമ്മയ്ക്ക് മെയിനായിട്ട് ശർക്കര ഇല്ല കാപ്പി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ മെയിനായിട്ട് പോയത്. ഇത്ര അടുത്ത് പാല് തളച്ചാ? കേരളത്തിലെ പോലെ അല്ല ഇവിടെ അങ്ങനെ ഉണ്ട ശർക്കര കിട്ടുക. ഉണ്ടയായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഉരുട്ടി വെച്ചിട്ടാണ് കിട്ടുക. അവിടെയൊക്കെ അച്ചല്ലേ കിട്ടുക കേരളത്തില്. ടെസ്റ്റ് വെച്ചതാണ്. ടെസ്റ്റ് സ്കൂളിൽ ടെസ്റ്റ് വെച്ചു. എന്നിട്ട് ടെസ്റ്റ് വെച്ചു. ഇവിടെ ഉണ്ട് ടെസ്റ്റ്, ഇവിടെ ഉണ്ട് ടെസ്റ്റ്. നാളേക്ക് സ്ഥലം എനിക്ക് പിന്നെ വരിക. ഇവിടെ 10ല് 10 അയ്യവാ, ചെറുത്തൻ സൂപ്പറാണ്. അമ്മ സാധനിട്ടതാ. വാവക്കുട്ടിയുടെ സെക്കൻഡ് ഡിന്നറിനുള്ള സമയമായി. 9 മണിക്കാണ് സെക്കൻഡ് ഡിന്നർ. വാവക്ക് സ്കൂളിൽ പോയിട്ട് പഴം തിന്നാൻ ഇഷ്ടമല്ലെങ്കിൽ പഴം തിന്നണ്ട. പഴം വീട്ടിൽ വന്നിട്ട് തിന്നാൽ മതി. സ്കൂളിൽ പോയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കഴിച്ചാൽ മതി. ഓക്കെ ആണോ? ഡ്രൈ ഫ്രൂട്ട്സ് കഴിഞ്ഞിരിക്കുന്നു. ഇതപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടിക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് സ്കൂളിൽ കൊടുത്തയക്കാറ്. അപ്പം എനിക്കും കഴിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ. വാൾനട്ട് വാങ്ങിച്ചിട്ടില്ല. ബദാം, ദ്രാക്ഷി, മുന്തിരി ഇതൊക്കെയാണ് അവർക്കും കൊടുത്തയക്കൽ. എനിവേ താങ്ക് യു സോ മച്ച്. അവളുടെ മാർക്ക് കണ്ടില്ലേ? ഫുള്ള് 90ൽ 90, 10ൽ 10, ഫുള്ള് മാർക്ക്. അത്ര എഫേർട്ട് ഞാനുണ്ട്, അവളും ഇവിടെ ഉണ്ട്. വേഗം പിടിക്കും. എത്ര സൂപ്പറായിട്ടാ കുട്ടി പഠിക്കണറിയോ? ബുക്കില് അമ്മ തന്നെ കണ്ടു. അമ്മ കണ്ടാ? അമ്മ കണ്ടിട്ടാ പറഞ്ഞു. എന്നെ അച്ഛൻ പറഞ്ഞത് താങ്ക് യു സോ മച്ച്. എനിക്കൂടെ ആവശ്യമില്ല, എൻ്റെ ഡ്യൂട്ടി അല്ലേ. ഞാനും ഒരു ടീച്ചറാണ്. അപ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ പഠിപ്പിക്കണ്ടേ. എന്നാലും വയ്യായ്മ നോക്കാൻ പറ്റില്ലല്ലോ. അവളുടെ പഠിത്തമുണ്ടല്ലോ. 10 മണിക്ക് കിടക്കണം. എന്തിനാണെന്നറിയോ? ഇന്ന് രാവിലെ നമ്മൾ നേരത്തെ ചെന്നപ്പോൾ തന്നെ എന്താ പറഞ്ഞേ? അസംബ്ലിക്ക് ചെന്നപ്പോൾ
നേരത്തെ വരണമെന്ന് അല്ലേ? ആ, അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നേരത്തെ കടന്നുറങ്ങി നേരത്തെ എണീറ്റെങ്കിൽ നേരത്തെ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യും, പറയാൻ പറ്റില്ല. മനസ്സിലായോ വാക്കുട്ടി? നമ്മൾ എന്നും വഴിക്ക് പോകുന്നുണ്ട്. അവരാരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ മാത്രം കംപ്ലൈൻറ്റ് പറയാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ? ഇന്നും പറഞ്ഞു നേരത്തെ വരണം എന്നുള്ളത്. വേണ്ടേ? പിടിക്കുന്ന വേണം. വേഗം കഴിച്ചു നോക്കി വൈകിട്ട് ടെൻഷനാവുന്നത്. 9:45 വാവേ. ഇപ്പം കടന്നുറങ്ങിയാൽ വാവയ്ക്ക് കുറച്ച് ഉറങ്ങാൻ പറ്റും. ഇല്ലെങ്കിൽ അച്ഛൻ നേരത്തെ വിളിക്കുമ്പോൾ വാവയ്ക്ക് ഉറക്കം മതിയായിട്ടുണ്ടാവില്ല. ഓക്കെ, വാക്കുട്ടി സൈൻ ഔട്ട് ചെയ്യുമോ? നമുക്ക് ഞാൻ കഴിച്ചു വന്നു, ഇനി ഉറങ്ങാൻ പോവാണ്. നാളെ സ്കൂളും ഉണ്ട്. വീടെന്ത് ചെയ്യുക? എത്ര എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക.